أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للذين أحسنوا الحسنى وزيادة. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ 101-ാമത്തെ ക്ലാസ്സാണ്. സൂറത്ത് യൂനുസിന്റെ 26-ാമത്തെ ആയത്ത് മുതൽ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന. അഹ്സനു നീട്ടാൻ വന്നതിന് ശേഷമുള്ള സുക്കൂനോ ശബ്ദോ ആണെങ്കിൽ നീട്ടുകയില്ല. അഹ്സനൂൽ എന്ന് പറയില്ല. അഹ്സനുൽ ഹുസ്ന വസിയാദ. ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. 27 والذين كسبوا السيئات. പറഞ്ഞതുപോലെ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദ വന്നു അല്ലേ. കസബു കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസ്ൽ വരുന്നുണ്ട്, ലാമ വരുന്നുണ്ട്. അതിനൊന്നും ഇല്ല, ഫത്തും കസറൊന്നും ഇല്ല. പിന്നെ അത് ഉച്ചരിക്കേണ്ട. കസബൂസ എന്ന് വായിക്കരുത്. കസബുസ്സയ്യിആതി ജസാഉ സയ്യിഅ ജസാഉ സയ്യിഅതിൻ ബിമിസ്ലിഹാ. ആ മീമിന് കണ്ടില്ലേ? ആ മീമ് അവിടെ ഒരു മീമ് ഉണ്ട് അല്ലേ? അവിടെ തെൻവീനാണ്. തെൻവീന് ശേഷം ബ ആണ്. ബ വന്നത് കൊണ്ടാണ് തെൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. സയ്യിഅതിൻ ബിമിസ്ലിഹാ വതർഹഖുഹും ദില്ലഹ മാ ലഹും മിനല്ലാഹി മിൻ ആസിം كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. 28 ويوم نحشرهم جميعا ثم نقول للذين أشركوا. ഇവിടെ ജമീഅൻ എന്നാണുള്ളത്. നിർത്തിയപ്പോൾ ജമീഅ. തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത് ഒരു അലിഫോട് കൂടെ നീട്ടിയിട്ട് നിർത്തുക. ജമീഅ. നീട്ടാനുള്ള അവസാനം നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. സുമ്മ നഖൂൽ. അപ്പം ലാമിന് നീട്ടണ്ട, കാരണം ലാമിൻ്റെ അവിടെ നീട്ടാനില്ല. ലാമിൻ്റെ മുമ്പ് നീട്ടാനുണ്ട്, അത് നീട്ടണം. അവിടെ പ്രത്യേകിച്ച് നിർത്തുമ്പം നീട്ടണം. മുമ്പ് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുകയും വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ നഖൂൽ ലില്ലദീൻ എന്ന് പറഞ്ഞാണ് നിർത്തേണ്ടത്. അവിടെ എന്തുണ്ട്? അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് നീട്ടാനുണ്ട്. അവസാനത്തെ അക്ഷരം സുക്കൂനാവുകയും തൊട്ട് മുമ്പ് നീട്ടാനാവുകയും ചെയ്യുമ്പോൾ നീട്ടണം. ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم
فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون ويوم نحشرهم جميعا ثم نقول للذين أشركوا അവിടെ കണ്ടില്ലേ കൂ നീട്ടാനുണ്ട് അവസാനത്തെ അക്ഷരത്തിൽ കൂ അപ്പൊ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് അഷ്റകൂ للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين فكفى بالله شهيدا بيننا അവിടെ തൻവീനാണ് തൻവീൻ്റെ ശേഷം ബ വന്നു തൻവീൻ എന്ത് ചെയ്യണം ഒരു മീമായി കൊടുക്കണം ഷഹീദൻ ബൈനന എന്നല്ല شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين هنالك تبلو كل نفس ما أسلفت നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിൽ ഹംസ വന്നു അ എന്ന് വന്നു അല്ലേ ആ ഇ ഉ ഇതൊക്കെ ഹംസയാണ് അവിടെ മദ് മുൻഫസിലാണ് മാ അസ്ലഫത് വറുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت അടുത്ത ആയിരം സുക്കും ചെയ്ത് നിർത്തിയപ്പോൾ വയുഖ്രിജുൽ മയ്യിത്ത് റായിന് കസ്ർ വന്ന തർക്കീക്ക് ചെയ്യണം തർക്കീക്ക് എന്ന് പറഞ്ഞാൽ കനം കുറച്ച് ലഘുവാക്കി പറയാം യുഹ് ബീബു ലെ ബീബു തീതു എന്ന് പറഞ്ഞ പോലെ റോ റീ റൂ എന്ന് പറയുന്നത് റോ രി റൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റായിന് കസ്ർ ചെയ്യുമ്പോൾ വയുഹ്റി എന്ന് പറയാതെ ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ويخرج الميت من الحي ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق نرتي فماذا بعد الحق إلا الضلال فماذا بعد الحق فماذا بعد الحق إلا الضلال فأنا تصرفون
فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون قل هل من شركائكم من يبدأ الخلق ثم يعيده മയ്യ അടക്കുന്നതാണ് നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യ എന്നീ അക്ഷരങ്ങൾ ഒന്നാന്ത് ചെയ്യണം മണിക്കണം. മയ്യ അവിടെ നൂന് പറയാതെ നൂനിനെ യയിലേക്ക് കൊടുത്ത് യ മണിച്ചുകൊണ്ട് കട്ടി കൂട്ടി പറയാം. ഇങ്ങനെ വായിക്കാം യബ്ദ ഉൽ ഖൽഖ് യബ്ദ ഉ യബ്ദ ആ എന്നൊന്നും വായിക്കരുത്. യബ്ദ ഉൽ ഖൽഖ് ഈ ഉ ഇത് ഊ എന്നുള്ളതാണ്. വാവിൻ്റെ മുകളിൽ യാൻ്റെ മുകളിലേക്ക് ഹംസ വന്നാൽ പിന്നെ അത് ഹംസയായിട്ട് മാറി. ആ ഇ ഉ വാവിൻ്റെ മുകളിൽ ഹംസയാണ്. അപ്പോൾ ഹംസയാണ് പരിഗണിക്കേണ്ടത്, വാവ് വായിക്കരുത്. യബ്ദഉ എന്ന് പറയുന്നത് യബ്ദ ഉൽ ഖൽഖ സുമ്മ യുഈദു. ശദ്ദുള്ള മീമാണ്. ശദ്ദുള്ള നൂനായാലും മീമായാലൊക്കെ നീ മണിക്കുക. ഖുലില്ലാഹു അല്ലാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ എന്ത് ചെയ്യണം? തർഖീഖ് ചെയ്യണം. ഖുലില്ലാഹു എന്ന് വായിക്കരുത്. ഖുലില്ലാഹു യബ്ദഉ ബിസ്മില്ലാഹി. എന്തുകൊണ്ടാണ് ബിസ്മി ബിസ്മി ബിസ്മില്ല മി മില്ലാഹി മില്ലാഹി. അള്ളാഹു എന്ന വാക്കിന് മുമ്പ് ബിസ്മി അള്ളാഹി എന്നാണ് അല്ലേ? കൂട്ടി വയ്ക്കുമ്പോൾ അള്ളാഹു എന്ന വാക്കിന് മുമ്പ് എന്താണ്? മീ എന്നതിന് കസറാണ്. അപ്പോൾ ബിസ്മില്ലാഹി. അതുപോലെ ഖുലില്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു فأنى تؤفكون قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون. അടുത്ത് ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ് മയ്യ. എന്താ? നൂനിന് ശേഷം യാ വന്നു. നൗമി നൂന് ബാബ് മീമി യാ. ഇവിടെ യാ വന്നു. മീൻഷു അവിടെ നിന്നാണ് ഇഖ്ഫ ആണ്. കാരണം നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. മൻ യഹ്ദി ഇലൽ ഹഖ് قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أمن لا يهدي إلا أن يهدى فما لكم كيف تحكمون قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أمن لا يهدي إلا أن يهدى فما لكم كيف تحكمون. إن شاء الله نقول ونوكا. بسم الله الرحمن الرحيم للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون
والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أمن لا يهدي إلا أن يهدى فما لكم كيف تحكمون صدق الله അള്ളാഹുവേ ഞങ്ങൾ ഓതിയത് നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ ധാരാളം പ്രവർത്തനങ്ങൾ അമാലുകൾ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ദോഷങ്ങളും നീ കരിച്ചു കളയണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ് നിന്റെ ഉന്നതമായ പദവിയിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്ക് നീ കൊടുക്കണേ അല്ലാഹ് അവർക്ക് നീ ഉന്നതമായ പദവികൾ കൊടുക്കണേ റഹ്മാനെ അവർ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണേ അല്ലാഹ് ഞങ്ങളെല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് ബറക്കത്തില്ലാത്ത നിന്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടമില്ലാത്ത ഒന്നും തന്നെ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നൽകിയതിലും ഇനി നൽകാൻ പോകുന്നതിലുമൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് ഐശ്വര്യം നൽകണേ അല്ലാഹ്
റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇനി മഹബത്തിനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ സന്തോഷത്തോടുകൂടെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന രോഗങ്ങളില്ലാതെ നല്ല റാഹത്തായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, റഹ്മാനേ റബ്ബേ നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്.